രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഇപ്പോൾ കണ്ണൂരിലെത്തി. വേദിയിലേക്ക് രാഹുൽ എത്തുകയാണ്. വലിയ മുദ്രാവാക്യം വിളിയുടെ അകമ്പടിയോടുകൂടിയാണ് രാഹുൽ ഗാന്ധി അവിടെ സ്വീകരിക്കുന്നത്. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലാണ് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നത്. രാഹുൽ ഗാന്ധി കളക്ട്രേറ്റ് മൈതാനത്ത് ഹെലികോപ്റ്റർ ഇറങ്ങി അതിനുശേഷം നേതാക്കൾ സ്വീകരിക്കുകയാണ്, വേദിയിലേക്ക് എത്തുകയാണ്. രാഹുൽ ഗാന്ധി സിന്ദാബാദ്, രാഹുൽ ഗാന്ധി സിന്ദാബാദ്, യുഡിഎഫ് സിന്ദാബാദ്, രാഹുൽ ഗാന്ധി സിന്ദാബാദ്. ഓരോ വോട്ടും കൈപ്പത്തിക്ക് യുഡിഎഫ് സിന്ദാബാദ്, രാഹുൽ ഗാന്ധി സിന്ദാബാദ്. കണ്ണൂരിൽ രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ ഭാഗമായാണ് കണ്ണൂരിൽ രാഹുൽ ഗാന്ധി എത്തിയത്. കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് രാഹുൽ ഗാന്ധി ഇപ്പോൾ കണ്ണൂരിൽ എത്തിയിരിക്കുന്നത്. കളക്ട്രേറ്റ് മൈതാനത്ത് ഹെലികോപ്റ്റർ ഇറങ്ങിയ ശേഷം ഇപ്പോൾ വേദിയിലേക്ക് എത്തുകയാണ്. പോലീസ് മൈതാനിയിലെ വേദിയിലാണ് കണ്ണൂരിലെ UDFന്റെ തെരഞ്ഞെടുപ്പ് റാലി നടക്കുന്നത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിലെയും UDF സ്ഥാനാർത്ഥികൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവർക്ക് വോട്ട് തേടിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി കണ്ണൂരിൽ എത്തുന്നത്. CK വിജയൻ ചേരുന്നു. വിജയൻ, എത്രത്തോളം ആവേശകരമാണ് പരിപാടി? ഇന്ന് എത്ര പരിപാടികൾ രാഹുൽ ഗാന്ധിക്കുണ്ട്? അങ്ങേയറ്റം ആവേശകരമായ ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ കണ്ണൂർ ജില്ലയിലെ 11 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ, UDF സ്ഥാനാർത്ഥികൾ ഇവിടെ എത്തും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ വി കുഞ്ഞികൃഷ്ണൻ, പയ്യന്നൂരിൽ UDFന്റെ പിന്തുണയുള്ള വി കുഞ്ഞികൃഷ്ണൻ ഈ വേദി വിഷയത്തിലേക്ക് എത്താം. ഇപ്പോൾ വളരെ ഒരു പ്രധാനപ്പെട്ട ദൃശ്യം ആ വേദിയിൽ കണ്ടത്, കെ സുധാകരൻ വളരെ ആവേശപൂർവ്വം വേദിയിലുണ്ട്. രാഹുൽ ഗാന്ധിയെ കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. കെ സുധാകരന്റെ പരിഭവം കണ്ണൂരിൽ ബാധിക്കും എന്നൊരു ആശങ്കയുണ്ട്. പക്ഷേ ഡൽഹിയിലെ ചർച്ചകളിൽ അവ പരിപൂർണമായി പരിഹരിക്കപ്പെട്ടു എന്ന് തോന്നല്ലേ? കെ സുധാകരൻ തന്നെ മുന്നിൽ നിന്ന് നടത്തുന്ന പരിപാടിയാണോ? തീർച്ചയായും അതെ. കെ സുധാകരൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വളരെ സജീവമായ കാഴ്ചയാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി കാണുന്നത്. ഇന്നലെ അഴീക്കോട് മണ്ഡലത്തിലെ 2 പരിപാടികളിൽ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം പേരാവൂരിൽ പങ്കെടുത്തു. മറ്റെല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം പരിപാടികളിൽ പങ്കെടുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില കൂടി പരിഗണിച്ച് 1-2 പരിപാടികൾ, പ്രത്യേകിച്ച് വൈകിട്ട് മാത്രമാണ് ഇത്തരത്തിലൊരു പരിപാടിയിൽ അദ്ദേഹം എത്തുന്നത്. ഇവിടെ ഈ വേദിയിൽ, രാഹുൽ ഗാന്ധിയുടെ വേദിയിൽ അദ്ദേഹം നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ കണ്ണൂർ നടക്കുന്ന പരിപാടിയിൽ 11 അസംബ്ലി മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികളും എത്തിയിട്ടുണ്ട്. വി കുഞ്ഞികൃഷ്ണൻ പങ്കെടുക്കില്ല എന്നതായിരുന്നു ആദ്യം സംശയമുണ്ടായിരുന്നത്. പക്ഷേ അല്പ വൈകി അദ്ദേഹം ഇപ്പോൾ ഈ വേദിയിൽ എത്തിക്കഴിഞ്ഞു. അങ്ങനെ 11 അസംബ്ലി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും ഇവിടെ രാഹുൽ ഗാന്ധിയുടെ പരിപാടിക്കുണ്ട്. രാഹുൽ ഗാന്ധി കണ്ണൂരിലെത്തി. കെ സുധാകരൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കെ സുധാകരനെ അനുനയിപ്പിച്ചു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചകളുടെ ഭാഗമായി നമ്മൾ കണ്ടതാണ്. അതിനെ തുടർച്ചയായി ഇപ്പോൾ കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ രാഹുൽ ഗാന്ധിയെ വേദിയിലേക്ക് സ്വീകരിച്ച കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ. അതേസമയം വി കുഞ്ഞികൃഷ്ണൻ, സ്വന്തം സ്ഥാനം വി കുഞ്ഞികൃഷ്ണൻ ഈ പരിപാടിയുടെ ഭാഗമാകുന്നില്ല എന്നതാണ് CK വിജയൻ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. യോഗ നടപടികൾ തുടങ്ങാൻ പോവുകയാണ്. കണ്ണൂരിൽ 11 നിയമസഭാ മണ്ഡലങ്ങളാണ്. 2021 തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ മെച്ചമുണ്ടാക്കാൻ കണ്ണൂരിൽ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് UDFനുള്ളത്. അതേസമയം കണ്ണൂരിൽ മത്സരിക്കണമെന്ന് കെ സുധാകരൻ അതിയായി ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം പരസ്യമായ കാര്യം വ്യക്തമാക്കുകയും ചെയ്താണ്. പക്ഷേ ടി.ഒ. മോഹനാണ് അവിടെ സീറ്റ് നൽകിയത്. കെ സുധാകരന്റെ അനിഷ്ടം അത് തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് KPC അധ്യക്ഷൻ മത്സരിക്കുന്ന വലിയ മാർജിനിലല്ലാതെ ജയിക്കുന്ന പേരാവൂർ മണ്ഡലത്തിൽ, മലയോരത്തെ പേരാവൂർ മണ്ഡലത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് തുടങ്ങിയ വിലയിരുത്തലുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ KK ശൈലജയാണ്. നേരത്തെ KK ശൈലജയെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് സണ്ണി ജോസഫ്. എങ്കിലും ഒരുപക്ഷെ അവിടെ ഏതെങ്കിലും തരത്തിൽ അടിയൊഴുക്കുകൾ ഉണ്ടാകുമോ എന്ന ആശങ്കയൊക്കെ കോൺഗ്രസ് നേതാക്കൾക്കുണ്ടായിരുന്നു. അതിന് പിന്നാലെ കൂടിയായിരുന്നു കെ സുധാകരനെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ വി കുഞ്ഞികൃഷ്ണൻ വേദിയിലേക്ക് എത്തി. ആ ദൃശ്യങ്ങൾ, പുതിയ ദൃശ്യങ്ങൾ കാണുന്നു. അതായത് TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും വേദിയിലുണ്ട്. CPI ബന്ധം ഉപേക്ഷിച്ചെത്തിയ ഇരുവരും CPM-നെതിരെ കലാപക്കൊടി ഉയർത്തിയ, CPM-ന്റെ ഈറ്റില്ലമായ കണ്ണൂരിൽ CPM-നെതിരെ കലാപക്കൊടി ഉയർത്തിയ പ്രധാനപ്പെട്ട ജില്ലയിലെ 2 നേതാക്കൾ ഇപ്പോൾ UDF-ന്റെ പിന്തുണയിൽ മത്സരിക്കുന്നു. ഇരുവരും വേദിയിലുണ്ട് എന്നാണ് രാഷ്ട്രീയമായ വലിയ പ്രാധാന്യം. വിജയൻ, ഇരുവരും വേദിയിലുണ്ട്. ആദരണീയനായ രാഹുൽജി, ഏറെ ബഹുമാന്യനായ
AICCയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന നമ്മുടെ നാട്ടുകാരനായ KC വേണുഗോപാൽ MP അവറുകൾ, പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥികൾ CPM-മായി ഇടഞ്ഞ് CPM-നെതിരെ പരസ്യമായ കലാപക്കൊടി ഉയർത്തി പുറത്തു വന്ന കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന UDF-ന്റെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കുകയാണ്. രാഹുൽ ഗാന്ധിയുമായി ഇരുവരും സംസാരിക്കുകയും ചെയ്തു. കണ്ണൂരിൽ 11 നിയമസഭാ സീറ്റുകളിൽ 2 സീറ്റുകൾ, അത് ജില്ലയിലെ തന്നെ 2 പ്രധാനപ്പെട്ട CPM നേതാക്കൾക്കാണ് UDF പിന്തുണ നൽകുന്നത്. അവ രാഷ്ട്രീയ പ്രാധാന്യം കൂടി